ആധ്യാത്മിക മന്ദതയിൽ കഴിയുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആധ്യാത്മിക മന്ദതയിൽ കഴിയുന്ന ആത്മാക്കളെ എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ കാരുണ്യത്തിൻ്റെ കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി വളരെയധികം വേദനിപ്പിക്കുന്ന ആത്മാക്കളാണിവർ. ഗത്സമൻ തോട്ടത്തിൽ വെച്ച് എൻ്റെ ആത്മാവ് തീവ്രമായ വേദന അനുഭവിച്ചത് ഈ മന്ദഹൃദയരായ ആത്മാക്കളെ പ്രതിയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് മനോവേദയോടെ പ്രാർത്ഥിച്ചത് ഈ ആത്മാക്കൾ കാരണമാണ്. അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിവന്ന് ശരണപ്പെടുക എന്നതാണ്. എത്രയും ദയുള്ള യേശുവേ, അങ്ങ് കരുണ തന്നെയാണല്ലോ. അങ്ങയുടെ എത്രയും ദയുള്ള തിരുഹൃദയത്തിലേക്ക് ആധ്യാത്മിക മന്ദത പ്രാപിച്ചിരിക്കുന്ന ആത്മാക്കളെ ഞാൻ സമർപ്പിച്ചു കൊള്ളുന്നു. മൃതശരീരങ്ങളെപ്പോലെ ആറിത്തണുത്ത് മരവിച്ച ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ. ഏറ്റവും കാരുണ്യമുള്ള യേശുവേ, അവിടുത്തെ കരുണയുടെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ. പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം അവരിൽ വർഷിക്കണമേ. എന്തെന്നാൽ യാതൊന്നും അവിടുത്തെ ശക്തിക്ക് അതീതമല്ലല്ലോ. നിത്യപിതാവേ, ആധ്യാത്മിക മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അവിടുത്തെ ദയാദൃഷ്ടി പതിയണമേ. അവരും യേശുവിൻ്റെ എത്രയും ആർദ്രതയുള്ള തിരുഹൃദയത്താൽ ആവരണം ചെയ്യപ്പെട്ടവരാണല്ലോ. അനന്തകാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ വത്സലപുത്രൻ്റെ കൈപ്പേറിയ വേദനകളെ പ്രതിയും കുരിശിലെ 3 മണിക്കൂർ നേരത്തെ അതിദാരുണമായ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ പാടിപ്പുകഴ്ത്തുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.